ഒമർ അബ്ദുള്ളയ്ക്ക് ഒപ്പം 8 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, CPI ജനറൽ സെക്രട്ടറി ഡി രാജ അടക്കമുള്ള ഇന്ത്യ സഖ്യം നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും. വിവരങ്ങൾ പ്രസാദ് കാളിദാസൻ നൽകും. പ്രസാദ്, ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീരിൽ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നു. എങ്ങനെയാണ് ചടങ്ങുകൾ? ആരൊക്കെ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും? ഫിജി, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ചരിത്ര നിമിഷം അല്ലെങ്കിൽ ചരിത്ര ദിനം എന്ന് തന്നെ പറയാം. കാരണം ആ ഒരു മുന്നണിയുടെ ഒരു വലിയൊരു മുന്നേറ്റം തന്നെയാണ് ജമ്മു കാശ്മീരിൽ ഇക്കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വലിയ രീതിയിൽ ഒരു മുന്നേറ്റം തന്നെ ഇന്ത്യ മുന്നണിക്കുണ്ടാക്കാൻ സാധിച്ചു. അതിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനായിരുന്നു തീർച്ചയായും. അതിൽ നാഷണൽ കോൺഫറൻസിന് വലിയ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചു. അതായത് 50-ലധികം സീറ്റുകളിൽ 47 സീറ്റുകൾ കാശ്മീർ മേഖലയിൽ തന്നെ മത്സരിച്ച 47 സീറ്റുകളിൽ 42 സീറ്റുകൾ തന്നെ നാഷണൽ കോൺഫറൻസിന് വിജയിക്കാനായി. അത്തരത്തിലൊരു വലിയ മുന്നേറ്റം. അതേപോലെ തന്നെ കോൺഗ്രസിനും ആ തരത്തിലൊരു വലിയ മുന്നേറ്റം സാധിച്ചില്ലെങ്കിലും 6 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു തരത്തിലൊക്കെ തന്നെയായിരുന്നു. എന്തായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം തന്നെ നടത്താൻ സാധിച്ചു. അതിനെ തുടർന്ന് ഇന്നിപ്പോൾ ഒമർ അബ്ദുള്ള, നാഷണൽ കോൺഫറൻസിൻ്റെ നേതാവായിട്ടുള്ള ഒമർ അബ്ദുള്ള ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ഏൽക്കുകയാണ്. ഫാറൂഖ് അബ്ദുള്ള നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു വിജയത്തിന് ശേഷം ഒമർ അബ്ദുള്ള തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് തന്നെ. എന്തായാലും ഇന്ന് 11:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഇതിന് പങ്കെടുക്കാനായി നിരവധി പ്രമുഖർ നേരത്തെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. CPIയുടെ നേതാവ്, CPIയുടെ ഭാഗത്തു നിന്നും ഡി രാജ, അതേപോലെ തന്നെ സുപ്രിയ ശുലെ NCPയുടെ ഭാഗത്തു നിന്നും അഖിലേഷ് യാദവ്, അതേപോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കൂടി വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പ്രകാശ് കാരാട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കനിമൊഴി, DMKയുടെ കനിമൊഴിയെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെയോടുകൂടി തന്നെ ഇവരെല്ലാം എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തും എന്ന് തന്നെ അറിയാൻ സാധിച്ചു. എപ്പോഴത്തേക്കാണ് എത്തുക എന്ന് എന്തായാലും അറിയില്ല. എന്തായാലും 11:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. തീർച്ചയായും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റം തന്നെ ജമ്മു കാശ്മീരിൽ നടത്താൻ സാധിച്ചു. കശ്മീർ മേഖലയിൽ തന്നെ വലിയ രീതിയിലൊരു മുന്നേറ്റമാണ് നടത്താൻ സാധിച്ചത്. അതിൽ ഇന്ത്യ മുന്നണി എന്ന് തന്നെ കൃത്യമായി പറയണം. കാരണം ഇതിൻ്റെ അകത്ത് കോൺഗ്രസിൻ്റെ ഒരു 6 സീറ്റുകൾ കൂടിയുണ്ട്. തീർച്ചയായും ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴാണ് അവർക്കൊരു കേവല ഭൂരിപക്ഷം കടന്ന് തീർച്ചയായും അധികാരത്തിലേക്ക് എത്താൻ തന്നെ സാധിക്കും എന്ന് തന്നെ വന്നത്. വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു BJPക്ക്. കാരണം ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. പക്ഷേ വലിയൊരു തിരിച്ചടി അക്കാര്യത്തിൽ BJP പ്രതീക്ഷിച്ച പോലെ ഒരു വിജയം അവർക്ക് സാധിച്ചില്ല. അവർക്ക് അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. ഇന്ത്യ മുന്നണിക്കാണ് എന്തായാലും അതിന് ഒരു ഭാഗ്യം ലഭിച്ചത്. കാരണം വലിയൊരു ചരിത്ര നിമിഷം തന്നെയാണ്. തിരിച്ച് ഒരു കേന്ദ്രഭരണ പ്രദേശമായി വന്നതിന് ശേഷം ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ മുഖ്യമന്ത്രിയായാണ് ഒമർ അബ്ദുള്ള അധികാരമേൽക്കാൻ പോകുന്നത്. എന്തായാലും രാവിലെ 11:30 തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം ആരംഭിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. നിരവധി പ്രമുഖരുണ്ട്. എന്തായാലും ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് ആ ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ്. ഒമർ അബ്ദുള്ള 11:30 തന്നെ ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. ഫിജി. ശരി കാളിദാസൻ.